ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുലനും നിർമ്മലനുമായ ക്രിസ്തേശുവിൻ്റെ ധന്യനാമത്തിൽ എഡിഫയിങ് തോട്ട്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, സ്പ്രിങ്സ് ഓഫ് ജനസിസ് എന്ന ശീർഷകത്തിൽ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചന പഠന പരമ്പരയുടെ 9ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് ചില വേറിട്ട ചിന്തകളാണ് നാം ചിന്തിച്ചു വരുന്നത്. ദൈവദാസനായ മോശെ ഈ പുസ്തകം എഴുതിയപ്പോൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഈ പുസ്തകം ഇങ്ങനെയാണ് തുടങ്ങിയത്: ആദിയിൽ ദൈവം. ആ പ്രത്യേകമായിരിക്കുന്ന വിഷയം എടുത്തുകൊണ്ട് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയമാണ് 1-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു വരുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമതായിട്ട്, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ നമ്മുടെ ഹൃദയം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി സർവത്തെയും സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവം നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി തീർക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങളിൽ നിന്ന് അവസാനത്തെ പോയിന്റ് കൂടെ പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ: അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലെ വെള്ളത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇവിടെ നമുക്ക് വളരെ പരിചയമുള്ള ഒരു പദപ്രയോഗം കാണുവാനായിട്ടിടയാകുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു, അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചു. പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യമാണ്: എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും? ഇതിനെക്കുറിച്ച് ദൈവമക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ചില വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. എന്നാൽ ദൈവവചന പ്രകാരം എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപം അഥവാ അല്ലെങ്കിൽ സാദൃശ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. പലപ്പോഴും പലരും കരുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുമ്പോൾ അത് ഭൗമികമായിരിക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിരിക്കുന്ന ആ രൂപത്തോട് അനുരൂപപ്പെടുത്തി പലരും ചിന്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ, മനുഷ്യരായിരിക്കുന്ന നമുക്ക് വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു രൂപമാണ്
ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റു ജന്തുക്കളോടെല്ലാം നാം സാദൃശ്യപ്പെടുത്തുമ്പോൾ മനുഷ്യന് വളരെ പ്രത്യേകതയുള്ള, വളരെ പ്രധാനമുള്ള, വളരെ മനോഹരമായിരിക്കുന്ന ഒരു രൂപമാണ് ദൈവം നൽകിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപം അത് അല്ലെങ്കിൽ സാദൃശ്യം എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ രൂപത്തെക്കുറിച്ചായിരിക്കാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്, ദൈവം ആത്മാവ് ആകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് യാതൊരു രൂപവുമില്ല. രൂപമില്ല എന്ന് പറഞ്ഞാൽ ആത്മീകമായിരിക്കുന്ന രൂപമാണ്, ശാരീരികമായിരിക്കുന്ന രൂപമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ചോദ്യം ഉയർന്നേക്കാം, എന്നാൽ ബൈബിളിൽ ദൈവത്തിൻ്റെ ശാരീരിക പ്രകൃതികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന്. ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ നോട്ടം, അങ്ങനെ അനേക ശാരീരികമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ പറഞ്ഞ് നാം വായിക്കുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഈ സംശയം കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവം ശരീരമുള്ളവനാണോ, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ഒരു ശരീരം ഉള്ളവനാണോ? എന്നാൽ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി, ദൈവത്തെ നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്ന വാക്യങ്ങളാണ് അത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാണ്, ദൈവത്തിന് ശരീരമില്ല, ദൈവത്തിന് ഭൗമികമായിരിക്കുന്ന ശരീരമില്ല, ദൈവം ആത്മാവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ കയ്യോ, നമ്മളെപ്പോലെ കാലോ, നമ്മളെപ്പോലെ കണ്ണുകളോ, ദൈവത്തിന് ഭൗമികമായിരിക്കുന്ന കണ്ണുകളോ ദൈവത്തിന് ഇല്ല എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ സമയത്ത് നമുക്കൊരു ചോദ്യം കടന്നു വന്നേക്കാം, എന്നാൽ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വരുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. അവിടെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ മനുഷ്യ രൂപത്തിൽ ആയി, അല്ലെങ്കിൽ മനുഷ്യ രൂപം എടുത്തു, ജഡമായി തീർന്നു. അങ്ങനെയുള്ള അനേക പദങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം അല്ലെങ്കിൽ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന ക്രിസ്തു ഒരു മനുഷ്യ രൂപം, നമ്മുടെ രൂപം എടുക്കുകയാണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ രൂപവും ദൈവത്തിൻ്റെ രൂപവും, എൻ്റെ ശാരീരികമായിരിക്കുന്ന രൂപവും ദൈവത്തിൻ്റെ രൂപവും തമ്മിൽ യാതൊരു സാദൃശ്യവുമില്ല. ദൈവം ഒരു മൃഗത്തെ സൃഷ്ടിച്ചതുപോലെ, ഒരു മരത്തിനെ സൃഷ്ടിച്ചതുപോലെ, നമ്മൾ ഉദാഹരണത്തിന് തെങ്ങ് നോക്കുക, തെങ്ങ് മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്, അതൊരു രൂപമാണ്. അതുപോലെ ദൈവം മനുഷ്യനെയും സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ ശാരീരികമായിരിക്കുന്ന രൂപം എന്നുള്ളത് ദൈവത്തിൻ്റെ രൂപമല്ല. വളരെ മനസ്സിലാക്കണം, ദൈവം ആത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ ശാരീരികമായിരിക്കുന്ന രൂപം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതായിരിക്കുന്ന വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയ രൂപമാണ്.
ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയ രൂപമാണ്, സ്വർഗീയമായിരിക്കുന്ന രൂപമല്ല. കർത്താവായ യേശുക്രിസ്തു സ്വർഗീയനായിരിക്കുന്ന ദൈവം ഈ മനുഷ്യ രൂപം എടുത്ത് ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു, നമ്മെ രക്ഷിക്കുവാനായിട്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മെ ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശാരീരികമായിരിക്കുന്ന ഭൗമികമായിരിക്കുന്ന രൂപമല്ല, മറിച്ച് ആത്മീകമായിരിക്കുന്ന രൂപമാണ്. അതെന്താണ് ഈ ആത്മീകമായിരിക്കുന്ന രൂപം? അതിന് 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന അർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട്, ദൈവത്തിന്റെ സ്വരൂപം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ, ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ, അതിന് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം നമുക്ക് നൽകിയിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്: നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ അധ്യായമില്ല. സങ്കീർത്തനങ്ങൾ 8-ാം സങ്കീർത്തനം, 9-ാം സങ്കീർത്തനം, ഓരോ സങ്കീർത്തനവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവികമായിരിക്കുന്ന തേജസ് നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു, മനുഷ്യന് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം തേജസ് നൽകി. 21-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. അത് ദൈവം നൽകിയതാണ്. ദൈവത്തിന്റെ തേജസ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നൽകുവാനായിട്ടിടയായി തീർന്നു. തേജസ്സുള്ള ഒരു സൃഷ്ടിയായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അതാണ് ദൈവത്തിന്റെ സ്വരൂപം അഥവാ സാദൃശ്യം എന്നതുകൊണ്ട് ആദ്യമായിട്ട് നാം അർത്ഥമാക്കുന്നത്. മനുഷ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് വിവേകമുണ്ട്, പിന്നെ വികാരമുണ്ട്, അതുമാത്രമല്ല അത് ചെയ്യുവാനായിട്ടുള്ള ഹിതമുണ്ട്, നമുക്കത് ചെയ്യുവാനായിട്ടുള്ള ഇംഗിതമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മഹത്വമുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുമ്പോൾ അതിന്റെ 2-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്ക് ദൈവം സകലത്തെയും വാഴുവാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ്, വാഴ്ചയ്ക്കുള്ള അധികാരം നൽകിയിരിക്കുകയാണ്. സങ്കീർത്തനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആകാശത്തിലുള്ള പറകജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം രാജാവാണ്. നിത്യതയിൽ നിന്ന് നിത്യതയോളം രാജാവായിരിക്കുന്ന സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവം ബാക്കി സൃഷ്ടികളെ ഒക്കെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ പ്രധാനമായിട്ട് വാഴുവാൻ, മറ്റു സൃഷ്ടികളുടെ മേൽ വാഴുവാനുള്ള വലിയ ശക്തി അല്ലെങ്കിൽ അതിനുള്ള വലിയ വരം നൽകുവാനായിട്ടിടയായി തീർന്നു. അതാണ് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും. ദൈവത്തിനാണ് വാഴുവാനുള്ള അധികാരമുള്ളത്. ആ വാഴ്ചയുടെ അധികാരം ദൈവം മനുഷ്യന് നൽകുവാനായിട്ടിടയായി തീർന്നു. അതാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്വരൂപവും സാദൃശ്യവും എന്നുള്ളതിൻ്റെ 2-ാമത്തെ അർത്ഥം. ഇനി അതിന്റെ 3-ാമത്തെ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും എന്ന് പറയുമ്പോൾ അതിന്റെ 3-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗുണങ്ങൾ.
ദൈവത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് 2 വിധത്തിൽപ്പെട്ടതായിരിക്കുന്ന ഗുണങ്ങളാണുള്ളത്. ഒന്ന്, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാത്തതായിരിക്കുന്ന ഗുണങ്ങൾ. അത് ദൈവത്തിന്റെ സ്വന്തം ഗുണങ്ങളാണ്. അതാണ് ദൈവമായിരിക്കുന്ന ഗുണങ്ങൾ. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന സർവ വല്ലഭത്വം, സർവശക്തി, സർവജ്ഞാനി, സർവവ്യാപി, ആ ഗുണങ്ങൾ ദൈവത്തിന് ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, സൃഷ്ടിക്ക് കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. ആ ഗുണങ്ങളെയാണ് പറയുന്നത് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത ഗുണങ്ങൾ. എന്നാൽ ദൈവത്തിന് അതേ സമയത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഗുണങ്ങളുണ്ട്. അതിനെയാണ് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ സൃഷ്ടിക്ക് പകർന്ന് നൽകുവാൻ കഴിയുന്ന ഗുണങ്ങൾ. എന്തൊക്കെയാണത്? നമുക്കറിയാം, അനേക ഗുണങ്ങൾ ദൈവം മനുഷ്യനും മറ്റ് മൃഗങ്ങൾക്കും ദൈവത്തിന്റെ സൃഷ്ടികൾക്കും നൽകിയിരിക്കുകയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള അനേക ഗുണങ്ങൾ നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതിനെയാണ് ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത്. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നമ്മിൽ വളരുവാനായിട്ട്, നമ്മിൽ കാണപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഒന്നാമതായിട്ട് നാം അതിന് കണ്ടു ദൈവത്തിൻ്റെ മഹത്വം. അത് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് എപ്പോഴാണ്? അത് കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം ലഭിക്കുവാനായിട്ട് പോകുകയാണ്. രണ്ടാമതായിട്ട് നാം കണ്ടു വാഴുവാനുള്ളതായിരിക്കുന്ന അധികാരം. അത് ലഭിക്കുവാനായിട്ട് പോകുന്നത് 1000 ആണ്ട് വാഴ്ചക്കാലത്താണ്. മൂന്നാമതായിട്ട് കണ്ടു ദൈവം നൽകിയ ഗുണങ്ങൾ, ദൈവത്തിൻ്റെ ഗുണങ്ങൾ. അത് നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ കൃപാവരമായിട്ട് ഓരോ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ ഗുണങ്ങൾ വീണ്ടും നൽകിയിരിക്കുകയാണ്. പാപത്തിനാൽ ഇല്ലാതാക്കപ്പെട്ട, അല്ലെങ്കിൽ പാപത്തിനാൽ നമ്മുടേതായിരിക്കുന്ന ജീവിതങ്ങളെ കുറഞ്ഞു പോയ ദൈവത്തിന്റെ ഗുണങ്ങൾ യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നമുക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ ദൈവം നമ്മെ ദൈവത്തിന്റെ ഗുണങ്ങൾ, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഉള്ളവരായിട്ട് വളർത്തിയെടുക്കുന്നു. ഈ 2024 അങ്ങനെയുള്ള വ്യക്തികളായിട്ട്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും ഉള്ളതായിരിക്കുന്ന വ്യക്തികളായിട്ട്, ക്രിസ്തുവിന്റെ വസ്ത്രങ്ങളായിട്ട്, ക്രിസ്തുവിന്റെ അനുകാരികളായിട്ട് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിത സാഗരത്തിൽ